ഡിസിഷൻസ് എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. കാരണം എടുക്കുന്ന ഡിസിഷന് എന്തെങ്കിലും മിസ്റ്റേക്സിൽ എൻഡപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ഇതൊരു പേടി വരാൻ കാരണം അവരുള്ളിൽ ഒരു ഫാൾസ് ബിലീഫ് ഉണ്ട്. അതായത് ഞാൻ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും 100% ആക്യുറേറ്റ് ആയിട്ടാണെന്ന ഒരു ബിലീഫ്. ഈ ഒരു ബിലീഫാണ് ഈ ഒരു ഡിസിഷന്റെ മേലിൽ ഇത്ര പ്രഷർ കൊടുക്കുന്ന ആ ഒരു പേടി വരാൻ കാരണം. ആൻഡ് ഈ ബിലീഫ് മാറ്റണം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എടുക്കുന്ന ഡിസിഷന് ഇടക്ക് പാളിപ്പോവും. ഉറപ്പാണ്. മിസ്റ്റേക്സ് പറ്റും, എറർ പറ്റും, തോക്കും, പണി കിട്ടും. ഇത് ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. വി ആർ ജസ്റ്റ് ഹ്യൂമൻസ്. നമ്മൾ ഹ്യൂമൻ ആണ്. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻസുമായിട്ടാണ്. സോ അവിടെ മിസ്റ്റേക്സ് പറ്റും. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ബിക്കോസ് ഈ കാണുന്ന ഇന്നോവേഷൻസിലാക്കിയത് ഹ്യൂമൺ ആണ്. ഇതുവരെ എത്തിയത് ഹ്യൂമൺ ആണ്. ആൻഡ് ഇവരെല്ലാം മിസ്റ്റേക്സ് പറ്റി, ഇവരെല്ലാം മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട്. ഞാൻ വീണാല് എണീച്ച് നിൽക്കും, പെട്ടെന്ന് എണീച്ച് നിൽക്കും. ഈ രണ്ട് സാധനമാണ് അവിടെ വേണ്ടത്. വീഴോ ഇല്ലയോന്നല്ല, വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുവരെ വീണിട്ടില്ലെങ്കിൽ എപ്പെങ്കിലും വീഴും. ഇനി വീണില്ലെങ്കിൽ കൂടി ചിലപ്പോൾ വീഴും. പക്ഷെ വീണാല് ഞാൻ പെട്ടെന്ന് എണീക്കും എന്നൊരു മെന്റാലിറ്റിയാണ് വേണ്ടത്. ഈ വിന്നേഴ്സും ലൂസേഴ്സും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വിന്നേഴ്സ് ഭയങ്കര കോൺഫിഡന്റോ ഭയങ്കര സംഭവമൊന്നുമല്ല. അവരെ ഉള്ളില് ഡിസിഷൻസോ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവരുള്ളിൽ ഒരു സാധനം ഉണ്ട്. ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോവും. ആൻഡ് വീണാലും ഞാൻ എണീച്ചിരിക്കുന്ന ഒരു മെന്റാലിറ്റിയാണ്. ആ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വേണ്ടത്. അല്ലാണ്ട് കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസോ അല്ല കുറെ സാധനങ്ങളൊന്നും അല്ല. നിങ്ങളുടെ ഉള്ളിൽ വേറൊരു സംഭവമാണ്. ഞാൻ വീണാലും ഞാൻ എണീച്ചെന്നോളും. ഞാൻ പെട്ടെന്ന് എണീച്ചെന്നോളും. ഇത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഐ ഹാവ് ബിഗ് ഡ്രീംസ്. വീണാലും ഞാൻ എണീച്ചെന്നോളും എന്നൊരു മെന്റാലിറ്റിയാണ് വിന്നേഴ്സും ലൂസേഴ്സും തമ്മിൽ ഡിഫറൻസ്.